ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസ് ക്യുസീൻ. ഇന്ന് ഞങ്ങൾ കുവൈറ്റിൽ ഒരു ഫാം വിസിറ്റ് ചെയ്യാണ്. വഫ്രയിലുള്ള ദാർ മറാഫി ഫാം. ഇതാണ് ഫാമിൻ്റെ എൻട്രൻസ്. ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ്. പക്ഷെ കുറച്ച് മുൻപ് ഞങ്ങൾ ഇവിടെ ചോദിച്ചപ്പം എൻട്രൻസ് ഫീ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫെബ്രുവരിയിലാണ് പോയത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ചെറിയൊരു തണുപ്പും നല്ല വെയിലും ഒക്കെ ആയിട്ട്. നമ്മളെ വെൽക്കം ചെയ്യാൻ തന്നെ ഒരു ട്വീറ്റി അവിടെ നിൽക്കുന്നുണ്ട്. നല്ലൊരു കാം ആൻഡ് റിലാക്സ്ഡ് പ്ലേസ് ആണ്. ഇപ്പം നമ്മളിവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് ചെടിയും ആകെ ഗ്രീനറി ഒക്കെ ആയിട്ട് നമ്മൾ നാട്ടിൽ കാണുന്ന കടലാസ് പൂവും അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സും നല്ലൊരു ആംബിയൻസ് ആണ്. വീക്കെൻഡിൽ അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിനൊക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ്. കുവൈറ്റിൽ നോർമലി ഫാംസ് ഉള്ളത് വഫ്രയിലും പിന്നെ അബ്ദലിയിലുമാണ്. മോസ്റ്റ്ലി എല്ലാ ഫാംസും അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇത് വഫ്രയിലാണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പം ഐസ് സ്കേറ്റിംഗ് അവൈലബിൾ ആണെന്നുള്ള ബോർഡൊക്കെ കാണുന്നുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. ഇതിനകത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് യാസ് പാലസ്. അബോലിഫയിലുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ഒരു പേർഷ്യൻ റെസ്റ്റോറൻ്റ് ആണ്. മെയിൻലി ഇറാനിയൻ ഫുഡ്, സീ ഫുഡ്, ഗ്രിൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഇവിടുത്തെ കബാബ് ഗ്രിൽസ് ഒക്കെ നല്ല ഫേമസ് ആണ്. ഇത് ഇവിടുത്തെ ഒരു കൂളിംഗ് സിസ്റ്റം ആണ്. നമ്മുടെ കാറിലൊക്കെ ഉള്ള റേഡിയേറ്ററിലുള്ള സെയിം ഫങ്ഷനാണ് ഇവിടെയുള്ളത്. ഇതിനകത്തൊരു വാട്ടർ ഫ്ലോ ഉണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. തൊടുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുള്ളത് കൊണ്ട് ഇതിനകത്തുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആയിട്ടുണ്ടാവും. ഇവിടെ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇതിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഇതിനകത്തൊക്കെ നല്ലൊരു തണുപ്പുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. ഐസ് സ്കേറ്റിങ്ങിലുള്ള ആക്സസറീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഐസ് സ്കേറ്റിങ്ങിൻ്റെ റിങ്. ചെറിയൊരു സൈസുള്ള റിങ് ആണ്. ഐസ് ഒന്നുമല്ല, ഒരു ഷീറ്റാണ്. ഇനി മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു നഴ്സറിയാണിത്. ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ ഒരു നടുവിലൊരു പോണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ല ഭംഗിയുള്ള കുറേ മീനുകളുണ്ട്. പല കളേഴ്സിലുള്ള മീനുകളൊക്കെ ഉണ്ട്. നമുക്കിത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. നല്ല ഭംഗിയുണ്ട്. മോൾക്ക് ഈ ഫാം ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നടന്ന് തളരുമ്പോൾ ഇരിക്കാനുള്ള ഈ ബെഞ്ചസ് ഒക്കെ ഒരു ആശ്വാസമാണ്. ഈ പ്ലസൻറ്റ് ക്ലൈമറ്റിൽ ഇതുപോലൊരു പ്ലേസിൽ നമ്മൾ വരിക എന്നുള്ളത് നല്ലൊരു റിലാക്സേഷനുമാണ്. ഇതിവിടെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലുള്ള ഒരു ഏരിയ ആണ്. നമ്മളൊക്കെ അവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഫാമിലി ആയിട്ടൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ്. അപ്പം എല്ലാവരും ഇവിടേക്കൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വാക്ക് വേയിൽ രണ്ട് സൈഡും റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഡെസേർട്ട്സ് ഉണ്ട്, സ്നാക്സ് ഉണ്ട്, ഐസ്ക്രീം എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ വേറെയും ഒരുപാട് ഷോപ്സ് ഉണ്ട്. ടോയ്സും കീ ചെയിനും കുട്ടികളൊക്കെ അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് ഒരുപാട് സാധനങ്ങളുള്ള ഒരു ഷോപ്പാണിത്. എന്ത് ഭംഗിയല്ലേ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. ശരിക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെ അവരിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും നല്ലൊരു റിലാക്സ്ഡ് ആവാൻ വേണ്ടി വരാൻ പറ്റിയൊരു പ്ലേസ് ആണ്. ഈ സൈഡിൽ കാണുന്ന ടെൻറ്റ് നമുക്ക് റെൻ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വൺ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ടെൻറ്റ് റെൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ വെച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയ അവിടെ വെച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുക. അപ്പം അതിന് കണ്ടോ മുന്നിൽ ഒരുപാട് ചെയേഴ്സൊക്കെ ഉണ്ട്. പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനും പിക്നിക്കിനും പറ്റിയ ഒക്കെ നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. കുട്ടികൾക്കും ഇവിടെ വന്നാൽ ബോറടിക്കില്ല. അവരുടെ ഫേവറേറ്റ് സെക്ഷൻ പ്ലേ ഏരിയയും അവർക്ക് ഗെയിംസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതൊരു അറബിക് സ്റ്റൈൽ കോഫി ഷോപ്പാണ്. പലതരം കോഫീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ആഫ്രിക്കൻ ട്രൈബിൻ്റെ സ്റ്റൈലിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആർച്ചറിക്ക് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇവിടെ പോയിട്ട് കളിക്കാം. ആ തൂക്കിയിട്ട ടോയ്സ് ആയിരിക്കും നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്.
നമ്മൾ നടക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കാർട്ട് ഉണ്ട്, അതുപോലെ ഒരുപാട് ഷോപ്സ് അവൈലബിൾ ആണ്, പിന്നെ ഒരുപാട് ഗെയിംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഷോപ്പിൽ കയറിയതാണ് ഞങ്ങൾ. നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒലീവ് ഓയിൽ ഉണ്ട്, ഒലീവ്സ്, പിക്കിൾസ്, പലതരം സോസ് എല്ലാം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. ഒലീവ്സ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒലീവ്സ്, ചീസൊക്കെ നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ സാൻഡ്വിച്ചസ് ഉണ്ട്, നാച്ചോസ്, ബൊറീത്തോ, മൊഹീത്തോസ്. അപ്പോൾ അവർ ഡിസ്പ്ലേ ചെയ്ത് തന്നെ നല്ല ഭംഗിയുണ്ട്. ആ മൊഹീത്തോൻ്റെ മുകളിൽ ഒരു കപ്പിൽ നാച്ചോസും ചീസും ആയിട്ടൊക്കെ. നെക്സ്റ്റ് നമ്മുടെ ഇസക്കുട്ടിയുടെ ഫേവറേറ്റ് കൗണ്ടറാണ്, ഐസ്ക്രീം ഷോപ്പാണ്. നമ്മൾക്ക് അവിടെ ഒരു സ്റ്റോപ്പ് എന്തായാലും ഉണ്ടായിരുന്നു. ഈ ഒരു ഷോപ്പിൽ കുട്ടികളുടെ ഫേവറേറ്റ് ഐറ്റംസ് ആയ ഐസ്ക്രീം, പോപ്കോൺ, പൊട്ടാറ്റോ സ്പൈറൽ, 7up, പെപ്സി, അങ്ങനെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. നമുക്കിവിടെ നടക്കണ്ടെങ്കിൽ ഇവിടെയൊക്കെ ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് ഡോങ്കിയുടെ കാട്ട്, ട്രെയിൻ എല്ലാം അവൈലബിൾ ആണ്. ഈ ഫാം മുഴുവനും ഈ ട്രെയിനിൽ നമ്മളെ അവർ കറക്കും. അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളത് ട്രൈ ചെയ്തിട്ടില്ല. മോസ്റ്റ്ലി അറബ് കൺട്രീസിൽ പിജൻസിന് ഉണ്ടാക്കുന്ന ടവറാണിത്. അപ്പം മെയിനായിട്ട് ഇത് ഈജിപ്തിലെ വില്ലേജസിലൊക്കെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് വിൻഡോ ഉണ്ട്, ഒരു ഓപ്പൺ വിൻഡോ. അതിലൂടെയാണ് പിജൻ അകത്ത് കയറുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലെയറായിട്ട് ആണുള്ളത്. അപ്പം കുറേ പിജൻസിന് ഈ കുറഞ്ഞ സ്പേസിൽ നമുക്ക് വളർത്താൻ പറ്റും. ഈ ഒരു വാക്ക് വേ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. രണ്ട് സൈഡിലും ട്രീസ് ആയിട്ട് നല്ല തണലൊക്കെ തരുന്ന നല്ലൊരു പ്ലേസ്. ഇതിലൂടെ നടക്കുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു. ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞ ഉടനെയാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ആ ഒരു ടൈം കണക്കാക്കിയിട്ട് വേണം പോകാൻ. അത്യാവശ്യം ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ ഒരു മിനി സൂ തന്നെ ഉണ്ട്. സാധാരണ നമ്മൾ ഫാമിൽ കാണുന്ന പോലെ ഒന്നോ രണ്ടല്ലോ, ഒരുപാട് മാനുകൾ, പിന്നെ നല്ല വലിയ പോണ്ടാണ്. അതിൽ ഒരുപാട് ഡക്ക് ഉണ്ട്. ഇപ്പം ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഇസക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മുന്നോട്ട് നടന്നപ്പം നെക്സ്റ്റ് സെഷൻ ഇതാ കുറേ ആട്, പശു, പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ക്യാമൽ ഉണ്ടായിരുന്നു. ഒരു ചെറിയ പശുക്കുട്ടിയാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇസ ആനിമൽസ് ഒക്കെ ആയിട്ട് ഫ്രണ്ട്ലി ആവാനുള്ള ശ്രമത്തിലാണ്. എമു ആണിത്, കണ്ടില്ലേ? പല ടൈപ്പ് ആനിമൽസ് ഉണ്ട് ഇവിടെ. ഇനി നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ ഓസ്ട്രിച്ച് ആണ്. അപ്പൊ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓസ്ട്രിച്ചിന്റെ എഗ്ഗും ഉണ്ട് അവിടെ. 3 എഗ്ഗ് ഉണ്ട്. ഫാമിൽ എനിക്കിഷ്ടപ്പെട്ട പ്ലേസുകളിൽ ഒന്നാണ് ഇവിടെ. ആനിമൽസിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെയാണ് ഒരു പോണ്ട് ഉണ്ട്, അതിൻ്റെ ഒരു ബ്രിഡ്ജും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്കൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു എൻവയോൺമെൻ്റ് ആണ്. കുട്ടികൾക്ക് അവിടെ ഇരുന്ന് കളിക്കുകയും ചെയ്യാം. ഈ ഒരു പ്ലേ ഏരിയക്ക് പേയ്മെൻ്റ് ഒന്നും വേണ്ട, അത് ഫ്രീ ആണ്. നമ്മൾ നേരത്തെ കണ്ട അവിടെയൊക്കെ പേയ്മെൻ്റ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനേ നല്ലൊരു റിഫ്രഷിങ് ഫീലാണ്. ഇസ ആണെങ്കിൽ കളിക്കാൻ പോയി. ഇസയും ഞങ്ങളും ഒക്കെ ശരിക്കും എൻജോയ് ചെയ്തൊരു പ്ലേസ് ആണിത്. ഈ ഫാമിലെ ഓരോ ഏരിയയിലും ഡിഫറെൻറ്റ് ടൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും എല്ലാം ഒരേ ടൈപ്പിലല്ല. ട്രീസും പ്ലാന്റ്സും അറേഞ്ച് ചെയ്തതാണെങ്കിലും ഒരു സ്ഥലത്ത് ഫൗണ്ടൻ ഉണ്ട്, മറ്റൊരു സ്ഥലത്ത് പോണ്ട്, പ്ലേ ഏരിയ, വാക്ക് വേസ് ഒക്കെ തന്നെ എല്ലാം ഡിഫറെൻ്റ് ആണ്. ഈ ഹൗസ് കാട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ. നല്ലൊരു
എലഗൻറ്റ് ലുക്ക് ഉണ്ട്. നമുക്ക് ഈ ഫാം ചുറ്റി കാണാൻ ഹോസ് കാർട്ട് ഉണ്ട്, ഡോങ്കീൻ്റെ കാർട്ട് ഉണ്ട് ഇവിടെ, അതുപോലെ ട്രെയിൻ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെയുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് ഈ ഷൂട്ടിങ്ങിന് പറ്റിയൊരു പ്ലേസ്. ഇപ്പം പ്രൊഫഷണൽ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങൾ ഇതിൻ്റെ റേറ്റ് ചോദിച്ചു. അപ്പം എല്ലാത്തിനും നല്ല റേറ്റ് ആണ്. ഓരോ ഗണ്ണിനും ഡിഫറെൻറ്റ് റേറ്റ് ആണ് പറയുന്നത്. ലൈക്ക് ഒരു 15 KD മുതലാണ് റേറ്റ്സ് പറയുന്നത്. അടുത്ത ഞങ്ങൾക്ക് കിട്ടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണിത്. പീക്കോക്ക് ഇങ്ങനെ പീലിയൊക്കെ വിടർത്തി ഡാൻസ് ചെയ്യുന്നത്. കുറേ സമയം ഇങ്ങനെ നിന്നു. ശരിക്കും നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയല്ലല്ലോ. 2 പീക്കോക്കായിരുന്നു ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഒരു വൈറ്റ് പീക്കോക്കും ഉണ്ടായിരുന്നു. അത് പക്ഷെ കുറച്ച് ചെറുതാണ്. ഈ ഒരു പീക്കോക്ക് കുറേ സമയം ഇങ്ങനെ പീലി വിടർത്തി ശരിക്കും ഞങ്ങൾക്കായിട്ട് ഇങ്ങനെ ഞങ്ങളെ കാണിക്കാനായിട്ട് ഇസമോളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കണ്ടിട്ട്. ഇനി അടുത്ത ആനിമൽസിൻ്റെ ഏരിയയാണ്. ഇവിടെ പല വെറൈറ്റി ഓഫ് ഗോട്ട്, ഷീപ്പ്, പിന്നെ ഇതാ ക്യാമൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പം അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഈ ലീഫും ഇതൊക്കെ വാങ്ങിച്ചതിന് കൊടുക്കാനുള്ളത്. അത് ശരിക്കും നല്ല രസമായിരുന്നു കേട്ടോ ഇതിങ്ങനെ കൊടുക്കാൻ. കുട്ടികൾക്ക് ഇവിടെ വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും നല്ല റിലാക്സ്ഡ് ആയിട്ട് റിഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് പോകാൻ വിടുന്നത്. അപ്പോൾ ഇതുപോലെ കാം ക്വയറ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, ആകെ ഗ്രീനറി ആണ്, പിന്നെ ആനിമൽസ് ഉണ്ട്, പോണ്ട്, അങ്ങനെ എല്ലാം ആയിട്ട് വളരെ നല്ലൊരു വൈബാണ് ഈ ഒരു പ്ലേസിന്. ഞങ്ങളും കുട്ടികളും ഇവിടെയുള്ള ഓരോ ഏരിയയും ശരിക്കും എൻജോയ് ചെയ്ത്. നമ്മളിങ്ങനെ ലീഫായിട്ട് വരുമ്പം എല്ലാവരും കൂടി ഓടിയിട്ട് വരും. ശരിക്കും നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആവും ഇതെടുത്തിട്ട് ആർക്ക് കൊടുക്കണം എന്നുള്ളത്. ഇതുപോലൊരു കെട്ട് പുല്ലിന് 250 ഫിൽസ് ആണ്. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും. അത്യാവശ്യം വലിയൊരു ബണ്ടിലാണത്. നമ്മൾ ഒരു ബണ്ടിൽ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് അവിടെ എല്ലാവർക്കും കൊടുക്കാനുള്ള അത്രമാത്രം ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല പ്ലേസിൽ പോകുന്നതിൻ്റെയും കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാ വീഡിയോസും അവൈലബിൾ ആവാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബീൻസ് ക്യൂസിൻ ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ക്യാമലിന് കൊടുക്കുമ്പോഴായിരുന്നു ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ആ വലിയ കഴുത്ത് നീട്ടി വരുമ്പോഴേ നമ്മളെ കൈ കടിച്ചു പോകുമെന്ന് നമുക്ക് പേടിയാവും. കൂടെ ഒരു ബേബി ക്യാമൽ കൂടിയുണ്ട്. അതിന് കൊടുക്കാൻ ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു. പക്ഷേ നമ്മൾ എത്ര ലീവ് വയ്ക്കുമ്പോഴും ഈ ക്യാമൽ വന്നിട്ട് അത് കടിക്കും. നമുക്ക് ആ ബേബി ക്യാമലിന് കൊടുക്കാനേ പറ്റിയില്ല. ആനിമൽസിൻ്റെ അടുത്ത് നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് പിന്നെ ഞങ്ങൾ പോകുന്ന കാര്യം ആലോചിക്കുകയായിരുന്നു. കാരണം ഈവനിങ് ആയി, ഇനിയിപ്പം നമുക്ക് തിരിച്ചു പോകാനുള്ള ടൈമായി. അപ്പോഴാണ് അവിടെ ഹോഴ്സ് റൈഡ് ഉണ്ട്, അതുപോലെ ഡോങ്കിയുടെ റൈഡ് എല്ലാം ഉണ്ട്. ഈ ഒരു ഫാമിൽ ശരിക്കും ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും നല്ല വെതറുള്ള ഒരു ടൈമിൽ ഒരു വീക്കെൻഡിലോ ഹോളിഡേയോ മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻ്റ് ആണ്. നിങ്ങൾക്ക് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്.